നമസ്കാരം. ഒരു പോലീസുകാരൻ തന്റെ സഹോദരിക്കൊപ്പം തിരുവനന്തപുരത്തെ ഒരു മാളില് എന്തോ സാധനങ്ങൾ വാങ്ങാൻ വന്നതായിരിക്കും. വന്ന സമയത്ത് SFIയിലെ കുറച്ച് ചെറുപ്പക്കാർ ആ പോലീസുകാരനെ വളഞ്ഞിട്ട് മർദ്ദിച്ച വാർത്തയാണ് കഴിഞ്ഞ ദിവസം വന്നത്. എന്നാൽ അത് കഴിഞ്ഞ പുതുവർഷത്തിന് ഒരു കാരണമില്ലാതെ ആ വീഡിയോ ഞാനും കണ്ടതാണ്. പെട്ടെന്ന് പിന്നാലെ വന്ന് സമയം കഴിഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് പോലീസുകാര് തല്ലിച്ചതയ്ക്കുന്നതും കണ്ടു. ആ വീഡിയോയും കണ്ടു. ഇത് രണ്ടും പറയണമല്ലോ. എന്റെ ഒരു അഭിപ്രായത്തിൽ പോലീസുകാരനെ മാളിലിട്ട് തല്ലിയിട്ടുണ്ടെങ്കിൽ അത് അയാൾക്ക് കിട്ടേണ്ടതാണ്. അയാളത് ചോദിച്ചു വാങ്ങിയതാ. ഞാൻ ഇങ്ങനെ പറയുമ്പോൾ പോലീസുകാരെ മർദ്ദിക്കുന്നതിനെ ന്യായീകരിക്കുകയാണ് എന്ന് കരുതരുത്. ഇത് പോലീസുകാർ തന്നെ ചോദിച്ചു വാങ്ങിയതാണ് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. അത് SFI ആയതുകൊണ്ടല്ല. ഞാൻ വളരെ വ്യക്തമായി കാര്യങ്ങൾ പറയാം. ഇത് പൂർണ്ണമായും കേൾക്കാതെ പോയി കഴിഞ്ഞാൽ എന്റെ ഇതുവരെ പറഞ്ഞിട്ടുള്ള വാചകങ്ങൾ ഒരുപക്ഷെ തെറ്റിദ്ധരിക്കപ്പെട്ടേക്കാം. ഒരു പോലീസുകാരന്റെ ഉത്തരവാദിത്വം എന്താണ്? കക്ഷി രാഷ്ട്രീയ ജാതി മത ഭേദമന്യേ ഈ സമൂഹത്തിലെ ജീവിക്കുന്ന മുഴുവൻ പൗരന്മാർക്കും ജീവനും ജീവിതവും സുരക്ഷിതമാക്കുക, അവരോട് മാന്യമായി പെരുമാറുക, ധർമ്മം നടപ്പിലാക്കുക എന്നതാണ്. അധർമ്മം നടക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനെ ധാർമ്മികമായി തന്നെ അതിനെ നേരിട്ടുകൊണ്ട് നീതിപീഠത്തിന്റെ മുന്നിലേക്ക് ഉത്തരവാദിത്വത്തോടുകൂടി എത്തിക്കുക. ഇതാണ് ഒരു പോലീസുകാരന്റെ ഉത്തരവാദിത്വം. അതിൽ ഒരു പോലീസുകാരനായിട്ടുള്ള ഒരു നിലപാട് കാത്തു സൂക്ഷിക്കേണ്ടത് അയാളുടെ ഉത്തരവാദിത്വമാണ്. എന്നാൽ ഇന്നത്തെ കാലത്ത് അതല്ല നടക്കുന്നത്. യൂണിഫോം അങ്ങോട്ട് എടുത്തിട്ട് കഴിഞ്ഞാൽ പിന്നെ അവരിൽ ചിലരൊക്കെ ആരൊക്കെയോ ആണ് എന്നുള്ളൊരു തോന്നലുണ്ട്. പിന്നെ അവരുടെ ഭാഷ മാറ്റമാണ്, അവരുടെ ശാരീരിക ചലനങ്ങൾ മാറ്റമാണ്, മറ്റുള്ളവരോടുള്ള പെരുമാറ്റം മാറ്റമാണ് എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. വികട സരസ്വതിയാണ് നാവിൽ നിന്ന് ഇറങ്ങി വരുന്നത്. ആ സമയത്ത് ആ യൂണിഫോമിനെ തൊപ്പിയൊക്കെ ഊരിയിട്ട് ചവിട്ടിക്കൂട്ടി നാലെണ്ണം പൊട്ടിക്കാൻ ജനങ്ങൾക്ക് തോന്നും. പക്ഷേ യൂണിഫോമിലാണ് എന്നതുകൊണ്ട് തന്നെ ഈ പോലീസ് സേനയുടെ ശക്തിയും പിന്നീട് അവരിൽ നിന്ന് ഏൽക്കേണ്ടി വരുന്ന പീഡനങ്ങളും ആലോചിക്കുമ്പോൾ ഇതൊക്കെ സഹിച്ചിട്ടങ്ങ് പോട്ടെ, തൽക്കാലം സഹിച്ചേക്കാം എന്ന് ജനങ്ങൾ കരുതുകയാണ്. യഥാർത്ഥ ഒരു പോലീസിംഗ് ആണ് ഇവിടെ നടക്കുന്നുണ്ടെങ്കിൽ ഇത്തരത്തിൽ പോലീസുകാരോട് മോശമായി പെരുമാറും. ഇവിടെ ആഘോഷങ്ങൾ നടക്കുന്നുണ്ട്. ഇവിടുത്തെ ഭരണകൂടം പലതും പറയും. ഇപ്പൊ നോക്കൂ, ആ പോലീസുകാരനും ആ പോലീസുകാരന്റെ പെങ്ങളും പ്രതിയായിട്ട് FIR വന്നിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. അവർക്കെതിരെ കേസ് വന്നു. ഇത് ഓരോ പോലീസുകാരനും അറിയണം. അതായത് ഇതേ ഭരണകൂടം തന്നെ രാഷ്ട്രീയ നേതാക്കന്മാരെ മറ്റുള്ളവരും തന്നെ പറയും, നിങ്ങൾ എതിരാളികളെ മറ്റുള്ളവരെ പോയി തല്ലി ചതയ്ക്ക് കൊല്ല് എന്നൊക്കെ പറയും. അതെല്ലാം കേട്ട് ഈ ബന്ധപ്പെട്ട ഭരണവിഭാഗങ്ങളിലെ അല്ലെങ്കിൽ മേലാളന്മാർ മറ്റുള്ളവർ തങ്ങളെ സംരക്ഷിച്ചുള്ളൂ എന്നോ അല്ലെങ്കിൽ അവർ പറയുന്ന ഉത്തരവുകൾ അതേപടി നടപ്പിലാക്കേണ്ടവരാണ് ഞങ്ങൾ എന്ന് തെറ്റിദ്ധരിച്ചിട്ടോ ഒക്കെ അതങ്ങ് നടപ്പിലാക്കും. എത്ര നിരപരാധികളെ കൊടുക്കുന്നുണ്ട് ഇവിടെ. വ്യാജ കേസുകളിൽ ഒരുപാട് വ്യാജ കേസുകൾ എനിക്കറിയാം. 20, 13, 12 വർഷത്തേക്ക് ശിക്ഷിച്ച് കിടക്കുന്ന ഒരു ചെറുപ്പക്കാരനെ എനിക്കറിയാം. ഗൂഡല്ലൂരിൽ നിന്ന് കസ്റ്റഡിയിൽ എടുത്തിട്ട് തിരൂരിൽ നിന്ന് കസ്റ്റഡി തീർന്നാണ് അതിലെ വാർത്തകളും രേഖകളും മറ്റെല്ലാം ഉള്ളത്. ഗൂഡല്ലൂരിൽ നിന്ന് കസ്റ്റഡിയിൽ എടുക്കുന്നതും അവിടെ നിന്ന് കൊണ്ടുവരുന്നതും എല്ലാം അറിയാം. മയക്കുമരുന്ന് ലോബിക്ക് വേണ്ടിയിട്ട് നിരപരാധിയായ ഒരു ചെറുപ്പക്കാരൻ അബൂബക്കർ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനെ, ഈ കേസുമായി ഒരു ബന്ധവുമില്ലാത്ത ഒരാളെ മയക്കുമരുന്ന് കേസിൽ പ്രതിയാക്കി കോടതിയിൽ അത്തരത്തിലുള്ള തെളിവുകൾ ഹാജരാക്കി ശിക്ഷിച്ച് അകത്തിട്ടാക്കാണ്. എത്ര പോലീസുകാർക്ക് മയക്കുമരുന്നുമായിട്ട് ബന്ധമുണ്ട്? ഈ അടുത്ത കാലത്ത് അരീക്കോട് കൊണ്ടോട്ടി ആ മേഖലയിൽ നടന്നിട്ടുള്ള ഒരു കേസ് ഞാൻ അന്വേഷിക്കുമ്പോൾ ആ പോലീസുകാരന് കൃത്യമായ മയക്കുമരുന്നുമായിട്ട് കഞ്ചാവുമായിട്ട് ബന്ധമുണ്ട്. ആ വീട്ടുടമയായിട്ടുള്ള ആളെ കഞ്ചാവ് കേസിൽ പ്രതിയാക്കി അയാളുടെ മകളുടെയൊക്കെ കല്യാണവും മറ്റു കാര്യങ്ങളൊക്കെ ഉള്ളതാ. അതൊക്കെ തുമ്പില്ലാതാക്കിയിട്ട് അയാളെ പിടിച്ച് ജയിലിലിട്ടു. ഇതൊക്കെ പോലീസുകാർ ചെയ്യുന്നതാണ്. അതായത് ഇവിടെ പോലീസ് സേനയിലെ ഒരു വിഭാഗം പോലീസുകാർ അധാർമികമായാണ് പ്രവർത്തിക്കുന്നത്, അധാർമികമായി ചെയ്യുന്നത്. ഇവിടുത്തെ കുറ്റവാളികളെ സംരക്ഷിക്കുന്നതിൽ, കുറ്റവാളികളെ സംരക്ഷിച്ച് പരിപാലിക്കുന്നതിൽ ശ്രദ്ധാലുക്കളായിട്ടുള്ള കുറെ പേരുണ്ട്. കാരണം അവരുടെ നിന്ന് പണം വാങ്ങിയിട്ടാണ്. ഇവിടെ മയക്കുമരുന്ന് കേസുകൾ നോക്കൂ, എങ്ങനെ അവർക്ക് ഇൻഫർമേഷൻ കിട്ടുന്നത്? പോലീസുകാർക്ക് ഇൻഫർമേഷൻ കൊടുക്കുന്നത് ഇതേ ആൾക്കാർ തന്നെ. ഈ മയക്കുമരുന്ന് വിതരണക്കാരും പോലീസുകാരും എല്ലാവരുമില്ല, ചിലരൊക്കെ അവിശുദ്ധ കൂട്ടുകെട്ടുകളുണ്ട്. ഇവിടെ പെട്ടുപോണത് ചില നല്ല പോലീസുകാർ, ചില അല്ല, ബഹുഭൂരിപക്ഷം വരുന്നത് നല്ല പോലീസുകാരാണ്. ഇത്തരത്തിൽ വികടന്മാരായിട്ടുള്ള കുറച്ചുപേരേ ഉള്ളൂ. ആ കുറച്ചുപേരാണ് ബാക്കിയുള്ളവർക്കോട് പേരുദോഷം കൽപ്പിക്കുന്നത്. ഇവിടെ ഈ മാളിൽ അടികൊണ്ട പോലീസുകാരൻ, ഈ SFIക്കാരുടെ അടികൊണ്ട പോലീസുകാരൻ എങ്ങനെയുള്ള ആളാണെന്ന് എനിക്കറിയില്ല. പക്ഷെ അയാൾ എന്തായാലും ആ ന്യൂ ഇയറിന്റെ ആഘോഷത്തിന്റെ അന്ന് SFIയിലെ പ്രവർത്തകരെ അടിച്ചു ഊറക്കിട്ടു എന്നത് ശരി തന്നെയാണ്. അവർ വന്ന് അടിക്കുമ്പോൾ യാതൊരുവിധ പ്രകോപനങ്ങളും ആ സമയത്ത് SFIക്കാർ നല്ലതാണെന്നോ അവർ പുണ്യാളച്ചന്മാരാണെന്നോ ഒന്നും പറയുന്നില്ല. ആ സമയത്ത് ആ അടിച്ച ദൃശ്യങ്ങളിൽ SFIക്കാരോ അവരെ കൂടെ ഉണ്ടാകുന്ന വാളണ്ടിയർമാരോ അവരാരും തന്നെ യാതൊരു വിധത്തിലുള്ള പ്രകോപനവും ഉണ്ടാക്കിയില്ല. നേരെ പിന്നിൽ വന്ന് അവരെ അടിച്ചു നിർത്തുകയാണ്. ആത്മാഭിമാനം ആരുടെ കീഴിലും പണയം വെക്കാത്ത ഏതൊരു വ്യക്തിക്കും
അതിൽ പ്രതിഷേധമുണ്ടാകും. ആ സമയത്ത് യൂണിഫോമിലായതുകൊണ്ട് ഒരുപക്ഷെ ഒരു കൂട്ടം പോലീസുകാരുള്ളത് കൊണ്ട് തൽക്കാലം വെറുതെ വിട്ടിട്ടുണ്ടാകും. പിന്നീട് നോക്കി കണ്ട് അത് കിട്ടുമെന്നുള്ള ഒരു കാര്യം ഏതൊരു പോലീസുകാരനും ഉണ്ടായിരിക്കുന്നത് നല്ലതാണ്. അതുപോലെ തന്നെ പോലീസുകാർ സംരക്ഷിച്ചോളും എന്ന് കരുതി പോലീസുകാരുടെ താളത്തിനൊത്ത് നിന്നുകൊണ്ട് മയക്കുമരുന്നും മറ്റും വിൽക്കുകയും വ്യാപാരത്തിന് നടക്കും, അതുപോലെ മറ്റുള്ളവരെ നശിപ്പിക്കുകയോ ചെയ്യുന്ന ആൾക്കാരുണ്ടല്ലോ, ഇല്ലേ? അവരും ഇത് മനസ്സിലാക്കണം. പോലീസുകാരുടെ തടി കേടാവെന്ന് വെച്ചാൽ നിങ്ങളെ പിടിച്ച് അകത്തിടും. അവിടെ നിങ്ങൾ പറഞ്ഞിട്ടല്ലേ, നിങ്ങൾക്ക് ഞാൻ സഹായിച്ചിട്ടല്ലേ, നിങ്ങൾക്ക് ഇൻഫർമേഷൻ തന്നാലേ പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. ഒരു കാര്യമില്ല ഇവിടെ. ശരിക്കും ഈ പോലീസുകാർ നീതി നടപ്പിലാക്കേണ്ടത് എങ്ങനെയാണ്? ജനങ്ങളോട് മാന്യമായിട്ട് പെരുമാറിയിട്ടല്ലേ. ഇവിടെ 2026 ഈ കാലം. ഈ 2026 ഈ കാലത്തിൽ ഇന്നത്തെ ജനങ്ങളുടെ ആഘോഷവും അല്ലെങ്കിൽ ആ ആഘോഷ തീർപ്പും ഇതെല്ലാം അറിയേണ്ടതല്ലേ. ന്യൂ ഇയർ പുലരുവോളം ഉണ്ടാവും. ബിയർ കഴിച്ച് 2 അടിച്ച് ഒക്കെ നേരം വെളുക്കോളം നിൽക്കും. അവിടെ അസാൻമാർഗ പ്രവർത്തനം നടക്കില്ലെന്നേ. അവിടെ ആഘോഷമല്ലേ നടക്കുന്നത്. അവർ ആഘോഷിച്ചോട്ടെ, അതിനെന്താ കുഴപ്പം? ഈ കേരളത്തില് രാത്രി 12 മണി കഴിഞ്ഞാൽ ആഘോഷിക്കാൻ പാടില്ല, അല്ലെങ്കിൽ ഇത്ര മണിക്ക് ആഘോഷിക്കാൻ പാടില്ല എന്ന നിയമം ഉണ്ടെന്നുള്ള ആ നിയമം എടുത്ത് കളഞ്ഞേക്കണം. എന്തിനാണ് അത്തരത്തിലുള്ള നിയമം? ആഘോഷിക്കട്ടെ. ന്യൂ ഇയറിന്റെ തലേ ദിവസം ഡിസംബർ 31 രാത്രി അവർ ആഘോഷിക്കട്ടെ, അറുമാദിക്കട്ടെ. അതിനെന്തോ കുഴപ്പം? അവർ ചിലപ്പോൾ ബിയർ കഴിക്കും, ചിലപ്പോൾ 2 ഹാർഡ് ലിക്കർ കഴിക്കും. അതൊക്കെ സ്വാഭാവികമാണ്. അതെന്താ കഴിച്ചാലെന്തോ കുഴപ്പം? ഇവിടെ വിൽക്കല്ലേ. അത് വിറ്റിട്ടാണല്ലോ ഈ കേരളം നിലനിൽക്കുന്നത്. അല്ലാതെ മദ്യം നിരോധിച്ചിട്ടൊന്നുമില്ലല്ലോ ഇവിടെ. അത് വിൽക്കാൻ അവർക്ക് കഴിയുന്നുണ്ടെങ്കിൽ അത് കുടിക്കാനുള്ള അവകാശം അവർക്കുണ്ട്. അവരത് കുടിച്ചിട്ട് ആഘോഷിക്കട്ടെ. ആ ആഘോഷത്തിൽ പങ്കെടുക്കേണ്ടവരല്ലേ അവിടെ വരുള്ളൂ. അതല്ലാതെ വീട്ടിൽ മാനമര്യാദയ്ക്ക് ഇരിക്കുന്നവരെന്ന് നിങ്ങൾ പറയുന്ന ആൾക്കാർ അവരാരും തന്നെ ഈ പറയുന്ന കൂത്താട്ടങ്ങളിൽ വന്ന് നിൽക്കണില്ലല്ലോ. അവർ കൂത്താടട്ടെ. അവർ അക്രമ പ്രവർത്തനങ്ങളോ അസാൻമാർഗിക പ്രവർത്തനങ്ങളോ പരസ്യമായി ചെയ്യുന്നുണ്ടോ നോക്കിയാൽ പോരെ. ആഘോഷിക്കുന്നതിനെ എന്തിനാണ് എതിർക്കുന്നത്? അവിടെ ആരെങ്കിലും ശല്യമാകുന്നുണ്ടെങ്കിൽ, ഏതെങ്കിലും പെണ്ണുങ്ങൾക്ക് അവിടെ വഴി നടക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടെങ്കിൽ, ആരെങ്കിലും പിടിച്ചു മർദ്ദിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അത്തരത്തിലുള്ള എന്തെങ്കിലും അക്രമ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ടെങ്കിൽ അതിൽ അനുവദിച്ചു കൊടുക്കാതെ അതിനെ നിയന്ത്രിച്ചുകൊണ്ട് പോയാൽ പോരെ. അവരുടെ ആഘോഷത്തിൽ എന്തിനാണ് തലയിടുന്നത്? സ്വാഭാവികമായിട്ടും ഇവിടെ ആഘോഷിക്കാൻ കഴിയാത്ത സാഹചര്യമാണുള്ളത്. പുറത്തേക്ക് ഒരു അക്ഷരം മിണ്ടില്ല. ജനങ്ങൾ മുഴുവൻ വട്ടക്കയറിട്ടിട്ട് അത് ഇവിടെ ആഘോഷിക്കാനുള്ള വകുപ്പുകളെല്ലാം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇവിടെ ഇഷ്ടം പോലെ ബാറുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്, മറ്റെല്ലാ സൗകര്യങ്ങളും ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷെ അത് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ അവനെ പിടിച്ചകത്തിടും. ഒരു ടൂറിസ്റ്റ് ബസ്സിൽ അതിനുള്ളിൽ ലൈറ്റ് ഉണ്ടെങ്കിൽ, അതിനകത്തൊരു പാട്ടുണ്ടെങ്കിൽ, സൗണ്ട് സിസ്റ്റം ഉണ്ടെങ്കിൽ ഒക്കെ ചൊറിച്ചിലാണ് ഇവിടെ ഉള്ളവർക്ക്. എന്തിന്റെ കേടാണത്? ആഘോഷിക്കാൻ വേണ്ടിയിട്ടുള്ള ടൂറിസ്റ്റ് ബസ്സുകൾ അതെവിടെയെങ്കിലും കൊണ്ടു നിർത്തും. ഏതെങ്കിലും ടൂറിസ്റ്റ് പ്ലേസുകൾ അവർ കൊണ്ടു നിർത്തും. നല്ല ഉച്ചത്തിൽ അവിടെ പാട്ടിടും, അവർ ആടും, ആടിത്തുടിക്കും. അതിനുവേണ്ടി തന്നെ ടൂറിസം എന്ന് പറയുന്നത്. ഇത് അത്തരത്തിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ അഴിച്ചു പറക്കുക. എന്നിട്ട് അവരുടെ ആഘോഷങ്ങളെ ചുരുട്ടിക്കൂട്ടിയിട്ട് ഒരു മൂലയ്ക്ക് ഇവർ പറയുന്നത് പോലെയുള്ള പുസ്തക പുഴുക്കളായി നിൽക്കുക. അത് സാധ്യമല്ലെന്നേ. ഇന്നത്തെ കുട്ടികൾ ഇവിടെ ഈ കേരളം വേണ്ട എന്ന് കരുതിയിട്ട് വിദേശ രാജ്യങ്ങളിലേക്ക് പോയി ഈ രാജ്യത്തെ, നമ്മുടെ കേരളത്തെ ആർക്കും വേണ്ടാത്ത കോളനിയാക്കി മാറ്റുന്നത് ഇതുപോലുള്ള മൂരാജിത്തരങ്ങളാണ്. SFIക്കാരായ പിള്ളേരെ, വിദ്യാർത്ഥികളെ കിട്ടാവുന്ന സമയത്തൊക്കെ വിമർശിക്കുന്ന ആളാണ് ഞാൻ. പക്ഷെ ആഘോഷവേളകളിൽ അത് ആഘോഷിക്കേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് അവർ ആഘോഷങ്ങൾ തടയിടുമ്പോൾ സ്വാഭാവികമായിട്ട് അവർക്ക് വൈരാഗ്യം ഉണ്ടാവുന്നേ. അങ്ങോട്ട് ഒന്ന് കൊടുത്ത് തിരിച്ചു കൊടുക്കുന്ന തലമുറയാണിത്. അത് എല്ലാവർക്കും ബോധ്യം വേണം. പോലീസുകാർ അടി വാങ്ങാതിരിക്കാൻ ശ്രദ്ധിക്കണം. അടി വാങ്ങാതിരിക്കണമെന്നുണ്ടെങ്കിൽ എങ്ങനെ അടി കൊടുക്കാതിരിക്കാമെന്ന് നോക്കണം. അവരുടെ ആഘോഷങ്ങളെ തടയിടുന്നതിന് പകരം അവിടെ അക്രമങ്ങളോ അനാശാസ്യങ്ങളോ അപമാനങ്ങളോ അപമാനിക്കലോ മറ്റു കാര്യങ്ങളോ ഉണ്ടാകാതെ നോക്കണം. അതിന് നോക്കിയാൽ പോരെ. അല്ലാതെ 12 മണി കഴിഞ്ഞ് അവിടെ ആഘോഷിച്ചെന്ന് പറഞ്ഞാൽ എന്തോ കുഴപ്പം? അവർ ആഘോഷിക്കട്ടെ. ആകെ ഡിസംബർ 31 രാത്രിയാണ് ആഘോഷിക്കുന്നത്. ഇവിടെ ടൂറിസ്റ്റ് ബസ് വെള്ളയടിക്കാൻ പറഞ്ഞവർ ഒരു സംവിധാനം, ടൂറിസ്റ്റ് ബസ്സിന്റെ ഉള്ളിലുള്ള മ്യൂസിക് സിസ്റ്റം ഇളക്കി മാറ്റുന്ന സംവിധാനം, ഇതൊക്കെയാണ് ഇവിടെ ഉള്ളത്. ജനങ്ങൾക്ക് ആഘോഷിക്കാൻ മറ്റു ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളും ആഘോഷിക്കാൻ വേണ്ടി തുറന്നിട്ട് കൊടുക്കുകയാണ്. എല്ലാ സൗകര്യങ്ങളും ഒരുക്കിയിട്ട് കൊടുക്കുകയാണ്. അതായത് ആഴ്ചയിൽ അവരുടെ പ്രവൃത്തി ദിനങ്ങൾ, ആ പ്രവൃത്തി ദിനങ്ങളിൽ അവർ സമ്പാദിക്കുന്ന പണം അടുത്ത ദിവസങ്ങളിൽ, അടുത്ത അവധി ദിവസങ്ങളിൽ ആഘോഷമാക്കി സർക്കാരിന്റെ ഖജനാവിലേക്കും പൊതുയിടങ്ങളിലെ കച്ചവടക്കാരിലേക്കും എത്തിച്ചുകൊണ്ട് ആ സാമ്പത്തിക സ്ഥിതി നിലനിർത്തുന്നതിൽ അവിടെ ആഘോഷിക്കാൻ വേണ്ടി തുറന്നിട്ട് കൊടുക്കുകയാണ്. എവിടെയാണ് 2 അടിച്ചിരുന്നാലും കുഴപ്പം? ഞാൻ ഗോവയിൽ സഞ്ചരിച്ചിട്ടുണ്ട്. ഗോവയിൽ മുക്കിന് പെട്ടിക്കടകളുണ്ട്, ഇല്ലേ? മദ്യഷോപ്പുകളുണ്ട്. ആരെയും ഞാൻ കണ്ടിട്ടില്ല. അവിടെ മുഴുവൻ ഞാനും കുടുംബവും കറങ്ങി നടന്ന് മുഴുവൻ കണ്ടിട്ടും അവിടെ ഒരാൾ പോലും വെള്ളം അടിച്ചിട്ട് അവിടെ മലന്ന് കിടക്കുന്നത് എവിടെയും കണ്ടില്ല. ഒരു പോലീസുകാരൻ പോലും ആരെയും മോശമായിട്ട് പെരുമാറുന്ന ഞാൻ കണ്ടില്ല. ഒരു ട്രാഫിക് വയലേഷനും ഞാൻ അവിടെ കണ്ടില്ല. അത്തരത്തിൽ യാതൊന്നും അവിടെ കണ്ടില്ല. എന്താ ഈ കേരളത്തിൽ മാത്രം, പ്രബുദ്ധ കേരളത്തിൽ മാത്രം ഇത് ഇങ്ങനെ ഇവിടെ നടക്കുന്നത്? ഇവിടുത്തെ നിയന്ത്രണം, അതായത് എങ്ങനെ നിയന്ത്രിക്കണമെന്ന് പോലീസിനും അറിയില്ല. പോലീസിനോട് എങ്ങനെ പെരുമാറണം, അല്ലെങ്കിൽ പോലീസിനെ കൊണ്ട് എങ്ങനെ പെരുമാറിക്കണമെന്ന് ഇവിടുത്തെ ആഭ്യന്തര വകുപ്പിനും അറിയില്ല, രാഷ്ട്രീയ നേതാക്കൾക്കും അറിയില്ല, ആർക്കും അറിയില്ല. എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യം മാത്രമാണ്, ഇവിടുത്തെ ആഘോഷവേളകൾ, യുവാക്കളുടെ ആഘോഷവേളകളിൽ കയറി കുളമാക്കുക, അവരെ തകർക്കുക, അവരുടെ മേൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുക, അവരെന്ത് ചെയ്യണം, എപ്പോൾ മുള്ളണം, എപ്പോൾ തൂറണം എന്നതിന് ഇവർക്ക് തീരുമാനമെടുക്കുക.
ഇത് ഇന്നത്തെ തലമുറ അംഗീകരിക്കില്ലെന്നേ. അതുകൊണ്ടാണ് ഈ പോലീസുകാർക്ക് അടി കിട്ടുന്നത്. സത്യത്തിൽ പൊതുജനങ്ങളുടെ ആഘോഷങ്ങളിൽ പോലീസുകാർക്ക് യാതൊരു പങ്കുമില്ല. അവർ ഇടപെട്ടോട്ടെ. അവർ ആഘോഷിക്കുന്ന ഇടങ്ങൾ ഇന്ന ഇടങ്ങളിൽ വച്ച് മാത്രമേ ആഘോഷിക്കാവൂ എന്നങ്ങ് തീരുമാനിച്ചാൽ പോരെ. അവിടെ പൊതുജനങ്ങൾക്കോ മറ്റുള്ളവർക്കോ ശല്യം ഉണ്ടാക്കാത്ത വിധത്തിൽ അവർ ആഘോഷിച്ചോട്ടെ. ഒരു കുഴപ്പമില്ല. ഇന്ന ഏരിയ നിങ്ങളുടെ ഏരിയയാണ്, അവിടെ നിങ്ങൾക്ക് ആഘോഷിക്കാനായി വിട്ടു തന്നു, ഈ മേഖലയിലേക്ക് നിങ്ങൾ കടക്കരുത്, അത് അവരോട് പറയാം. അവർ ആഘോഷിക്കട്ടെന്നേ. അവിടെ മറ്റ് അതിക്രമങ്ങളോ മറ്റു കാര്യങ്ങളോ നേരത്തെ പറഞ്ഞതുപോലുള്ള വിഷയങ്ങളോ ഉണ്ടാകാതെ അതിനിടയിൽ പോലീസുകാർ ഉണ്ടാവണം. ആ പോലീസുകാരും അവർക്കൊപ്പം കൂടട്ടെ. ആരെങ്കിലും ഏതെങ്കിലും വിക്രസുകൾ കാണിക്കാൻ അവരെ മാത്രം പെതിയെ അവിടെ ഒരു പരാക്രമം ഉണ്ടാക്കാതെ തൂക്കിയെടുത്തോണ്ടെന്ന് പോട്ടെ. ആഘോഷങ്ങളുടെ വഴിക്ക് പോട്ടെ. എന്തേ അത് പറ്റുന്നില്ല? ഇതൊന്നും ചെയ്യുന്നതിന് പകരം ഇവിടെ ആഘോഷങ്ങളെ തടയിടുക, സന്തോഷിക്കുന്നതിനെ തടയിടുക. ഇങ്ങനെ ഈ 2026 ലോകത്ത് മനസ്സംഘർഷം വെച്ചുകൊണ്ട് ഇങ്ങനെ ഇടുങ്ങിയ ഒരു ചിന്താഗതിയിൽ ഒരു മൂലയ്ക്ക് ഒതുങ്ങേണ്ട ആൾക്കാരല്ല മനുഷ്യരെന്ന് പറഞ്ഞത്. തുറന്ന് വിശാലമായ ലോകത്തേക്ക് സഞ്ചരിച്ചുകൊണ്ട് ഈ കയ്യിലിരിക്കുന്ന മൊബൈൽ ഫോണിലുള്ള ലോകത്തെ ആഘോഷങ്ങളും ലോകത്തെ ജീവിതങ്ങളും എല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ഇവിടുത്തെ യുവാക്കൾ എന്ന് പറയുന്നത്. ആ യുവാക്കൾക്ക് ഈ രാജ്യത്തിരുന്നു കൊണ്ട്, നമ്മുടെ കേരളത്തിലിരുന്നു കൊണ്ട് അതൊക്കെ ആഘോഷിക്കാനും അതൊക്കെ അനുഭവിക്കാനും കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടാകണമെന്ന് അവർ ആഗ്രഹിക്കുന്നു. അതിനുള്ള സാഹചര്യങ്ങൾ അവർ ഉണ്ടാക്കുന്നു. നമ്മുടെ സർക്കാരായിട്ട് അത്തരം സാഹചര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കുകയാണ് വേണ്ടത്. ആ സ്ഥാനത്ത് സർക്കാർ തന്നെ അത്തരത്തിലുള്ള സാഹചര്യങ്ങൾ ആഘോഷിക്കാനുള്ള, ആനന്ദിക്കാനുള്ള ആ സ്ഥലങ്ങൾ, അവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്നതിന് പകരം അവരെ ചങ്ങല കെട്ടുകഴിഞ്ഞാൽ അവർ അതിനുള്ള സ്ഥലങ്ങൾ കണ്ടെത്തും. അവിടേക്ക് കടന്നു കയറുന്നവരെ അവർ ആക്രമിക്കും, സ്വാഭാവികം. ഇനി അവിടെ ഒരു പക്ഷേ അവർക്കത് കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ കഴിയുന്നിടത്തിട്ട് ആക്രമിക്കും. അതാണ് ഈ മാളിൽ കണ്ടത്. ഇവിടെ പോലീസുകാരനെ തല്ലിയതിനോട് ഞാൻ യോജിക്കുകയല്ല. പോലീസുകാർക്ക് ഈ അടി വാങ്ങിക്കൊടുത്തത് ഇവിടുത്തെ ഭരണകൂടമാണ് മാറ്റി ചിന്തിക്കേണ്ടത്. ഇവിടുത്തെ യുവാക്കൾ ഈ 2026 ലോകത്തെ കണ്ടുകൊണ്ടാണ്, ലോകത്തെ അനുഭവിച്ചുകൊണ്ടാണ് ജീവിക്കുന്നത്. ആ ബോധം ഇവിടുത്തെ കടൽ കിഴവന്മാരായ ഭരണകർത്താക്കൾക്ക് വേണം. Different angles. Don't forget to subscribe and support this channel.